എന്താ ഒരു ബഹളം? വേഗം വന്ന് ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ നോക്ക്. എന്താണ് നിന്റെ മുഖത്തൊരു കള്ളലക്ഷണം? ഒന്നുമില്ല. സ്കൂൾ വിട്ട് വന്നപ്പോ തുടങ്ങി ശ്രദ്ധിക്കുന്നതാണ്. എന്തോ കുസൃതി ഒപ്പിച്ചിട്ടുണ്ട്. ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ, മിണ്ടാപ്പൂച്ചയെ പോലെ. സ്കൂളിൽ പോയി തിരക്കിയാൽ അറിയാം അവന്റെ തനി കോണ. അവൻ എന്തോ കുരുത്തക്കേട് ഒപ്പിക്കാനുള്ള പണിയാണെന്നാ തോന്നുന്നത്. ഞാനൊന്ന് നോക്കിയിട്ട് വരാം. നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല മനുഷ്യ. അവിടെ എങ്ങാനും കിടന്ന് ഉറങ്ങാൻ നോക്കാം. നീയാണ് അവനെ വഷളാക്കുന്നത്. എന്നെ അനുഗ്രഹിക്കണം. നീ ഇപ്പൊ മോഷണം തുടങ്ങിയല്ലേ? ഇതൊക്കെ കാണുമ്പോഴാണ് വേദന കൂടുന്നത്. പെടലി എന്താ ഇത്? നാട്ടുകാർ സമ്മാനോ അതോ വീട്ടുകാർ സമ്മാനം? താലിക്കുള്ളവിടെ ഞാൻ തരാം. ഒന്നുമില്ല, ഞാൻ എങ്ങാനും കേട്ട പിന്നെ പടം വാങ്ങിച്ചു കൊടുക്കേണ്ടി വരും. നീ കോൺസറിങ് കണ്ട? ഇല്ല, കാണണ്ടേ? ഇംഗ്ലീഷോടെ അടിപൊളി പടം. ഇഷ്ടമല്ലേ? ഞാനൊന്നും കാണാറില്ല. പപ്സും പരിപ്പോട് സമയത്രടാ എന്ത് ഷോക്കാടാ? എന്തത് ഉച്ചര? പ്ലാനെന്താടാ? പാർട്ട് തന്ന കാരണം പ്ലാനെല്ലാം പാളിടാ. പൊട്ടിപ്പാളി പ്ലാൻ പൊളിഞ്ഞ? ആ എനിക്കറിയായിരുന്നു നിന്നെ കൊണ്ടൊന്നും ഒരു ഗുണം ഉണ്ടാവൂലെന്ന്. ഓ അല്ലെങ്കിൽ എനിക്ക് എപ്പോഴും കുഞ്ഞും 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 തന്നെ അല്ലേ? അങ്ങനെയല്ല. അയ്യോ എടാ, നിനക്ക് ശരിക്കും അതോ ഓവറാക്ടിങ് ആണോ? അച്ഛനൊന്ന് പേടിപ്പിക്കണം. പറ്റുമെങ്കിൽ പരീക്ഷ ഒന്ന് നോടെ എസ്കേപ്പ് ആണോ? ഒരു അടിപൊളി സാധനം കിട്ടിയിട്ടുണ്ട്. സിനിമ ഒരു കിടിലം പണിയാണ്. എന്താ പ്ലാൻ ആയി പൊളിഞ്ഞില്ലേ? ഇനി പ്ലാൻ ബി. കാര്യം എന്താന്ന് പറ. കാര്യൊന്നും പറയില്ല, കണ്ടാ മതി. പ്ലാൻ എയും ബി ഒക്കെ ക്ലീശ ഉണ്ടാ പറയാണ്ടെങ്കിൽ പറ. എന്തായാലും മെടുക്കനാണ്, എന്റെ കൂടെ ശിഷ്യനാണല്ലോ. ഒറ്റ ചവിട്ടോട്ടു ഒരാശ. ഇത് നീ തന്നെ വെച്ചോ. ഉപകാരം അച്ഛനോട് കൊടുക്കട്ടാ. അച്ഛനോടൊക്കെ കുറച്ച് പൊക്കം വൈകിട്ടാ. അച്ഛനെ ഞാൻ കൊടുക്കും. അപ്പൊ ഇത് വെക്കേണ്ടി വരും, സൂക്ഷിച്ചു വെക്കാം. വരുന്നുണ്ട്. നടക്കുന്നു. കൊറേ നേരമായല്ലോ, അവർ കാണാനില്ല. നീ ഒന്ന് പോയി നോക്കിയേ അവരോടെ. കുറച്ചിരിക്കും ആളെ കൊല്ലല്ലേട്ടാ. കൊളാക്കോ അറിയാൻ പറ. ഇത് ചായ കാപ്പിയാ? അല്ലടാ, ചാപ്പിയാ. നമുക്ക് ഈ ചായയും കാപ്പി കൊണ്ടു നടക്കുന്ന ആളല്ല. നമുക്ക് വേറെ ലെവലാണ്. പരിപാടിയാണല്ലേ. നമ്മളിതൊക്കെ കുട്ടികളുണ്ടോ? അകത്തും പുറത്തൊക്കെ ആയിട്ട് 5-6 എണ്ണുണ്ട്. അതിന് മുമ്പ് നിനക്ക് കല്യാണം കഴിച്ചോ? അല്ലേ എന്തായി? പ്ലാൻ ബി പൊട്ടില്ലായിരിക്കുമല്ലോ അല്ലേ? ഇടുക്കട സാധനം പ്ലാൻ ബി പണ്ടം വരെ പുറത്തു ചാടും. പ്ലാൻ ബി പ്ലാൻ ബാലസുധ. നമുക്കൊരു സാധനം കിട്ടിയിട്ടുണ്ട്.
എല്ലാവരും അവരവർക്ക് അറിയാവുന്ന ഉത്തരം എഴുതിയാൽ മതി. ആരെങ്കിലും കോപ്പി അടിക്കുന്ന ക്ലാസിന്റെ പുറത്തു കൊണ്ടിരും. ഞാൻ സ്റ്റാഫ് റൂം പോയിട്ട് വരാം. ഇവർ രണ്ടുപേർക്ക് ഒരേ കളിയാടാ. ആണെന്ന് തോന്നണം. ഒരു കടിക്ക് 2 പക്ഷി. എടാ നാളെ രാവിലെ സിനിമയ്ക്ക് പോകണം. പക്ഷെ ക്ലാസ് കട്ട് ചെയ്ത് നടക്കൂല, പറ്റൂല. ക്ലാസ് കട്ട് ചെയ്ത് പോവാന്ന്. എടാ പറഞ്ഞോളൂ. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. റെഡി? കുറച്ച് പേഴ്സണലാ. എന്നോട് പറഞ്ഞോളൂ. നിങ്ങൾ പൊക്കോ, എനിക്ക് വിഷ്ണുവിനോട് സംസാരിക്കാനുള്ളേ. നീ പോ, പോ. ഞാൻ വന്നോളാം. ശരി എന്നാൽ പോടാ. എന്തായിരിക്കും ഇവിടെ കാര്യം? എന്തായിരിക്കും? പോരാ നീ. ആണോ? എന്തടി അമരോട് വെയിറ്റിംഗാ. നീ കാര്യം പറ. അത് നിന്നോട് കുറച്ച് നാളായി ഞാൻ പറയണമെന്ന് വിചാരിക്കുന്നു. എന്താ കാര്യം? എനിക്ക് നിന്നൊരാൾ ഇഷ്ടമാണെന്ന് പറയാൻ പറഞ്ഞു. ഇതാർന്നോ ഇപ്പൊ എന്നെ കിട്ടിയാനെ? നീ എന്താ വിചാരിച്ചേ ഞാൻ നിന്നെ പ്രേമിക്കാൻ പോവാണെന്നോ? അല്ല അങ്ങനല്ല. എന്നാലും എടാ നീ എന്റെ ബ്രോ അല്ലേടാ. എന്താ നിന്റെ അഭിപ്രായം? അത് നീ വിട്. നീ പെൺകുട്ടിയാണെന്ന് പറ. ഓ ചെക്കൻ്റെ ഒരു ധൃതി കണ്ടില്ലേ? അതൊക്കെ പറയാം, ചെലവുണ്ട്. നിന്റെ ഒരു ചെലവ് നീ പറ പ്ലീസ്. ആദ്യം ചെലവ്, അത് കഴിഞ്ഞാ പറയുള്ളൂ. നീ പറയണ്ടോ? ടീന, ഡീ, ടീന നിക്ക് പ്ലീസ്. നീ പറഞ്ഞിട്ട് പോ. ഡീ. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, പ്രസംഗത്തിലായാലും എഴുത്തിലായാലും ശരി, മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിൽ വാക്കുകൾ ഉപയോഗിക്കുക എന്നത് ഒരു കലയാണ്. മറ്റുള്ളവരെ ആകർഷിക്കുക, മറ്റുള്ളവരെ, അതാണ് പ്രസംഗകല. അതായത് അമേരിക്കയിലെ മുൻ പ്രസിഡന്റായിരുന്ന മഹാനായ ആരുടെ കക്ഷി? ലവ് മാറ്റർ വല്ലതാണോ? മറുപടി ഉടനെ പ്രതീക്ഷിക്കുന്നു. ഇതിന് വേറെ നമുക്ക് വേണ്ടി രാജ്യത്തിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? അവിടെ ഒരു ലാളിത്യമുണ്ട്. അവിടെ ലാളിത്യമുണ്ട്. എവിടെ ലാളിത്യമുണ്ട്? ഭാഷയിൽ. ഭാഷയിൽ, മലയാള ഭാഷയിൽ ലാളിത്യമുണ്ട്. മലയാള ഭാഷയിൽ ലാളിത്യമുണ്ട്. നിന്റെ കയ്യിലെന്താണ്? സ്റ്റാൻഡപ്പ്. നിന്റെ അച്ഛനാടാ പട്ടി. ചിരിക്കാൻ പറഞ്ഞില്ലല്ലോ. ഇതാരെഴുതിയ? ചോദിച്ചത് കേട്ടില്ലേ? ഇത് ആരെഴുതിയതാണെന്ന്? വിഷ്ണു ആണ്. വിഷ്ണു. വിഷ്ണു സ്റ്റാൻഡപ്പ്. ഇത് നീ എഴുതിയാണോ? ആണെന്നാ തോന്നണേ. തോന്നണം. ആണോടാ? ഇത് നീ എഴുതിയാണോന്ന് ചോദിച്ചാൻ. നിന്റെ അച്ഛനാടാ പട്ടി. ഇതെല്ലാം മലയാളം ശരിയല്ല. ഇതെല്ലാം മലയാളം ശരിയല്ല. അല്ലല്ല, നിന്റെ അച്ഛനാടാ പട്ടി. ഒന്നില്ലെങ്കിൽ നിന്റെ അച്ഛൻ പട്ടി, അല്ലെങ്കിൽ നിന്റെ അച്ഛൻ ആട്. ഇത് നിന്റെ അച്ഛനാടാ പട്ടി എന്നാണ്. ഇവനെയൊക്കെ മലയാളം പഠിപ്പിക്കണ എന്നെ വേണം തല്ലാൻ. അയ്യോ വേണ്ട വേണ്ട വേണ്ട. അവള് പറഞ്ഞ കേട്ട് കാത്തിരിക്കണ നമ്മളാണ് മണ്ടന്മാര്. ഞാൻ എനിക്ക് ടിവിയിലെ ബോക്സിംഗ് ഉണ്ട്. വിഷ്ണു, നിന്റെ അച്ഛനെ തല്ലല്ല കളിയല്ലേ? എന്താണ്? എന്തടി? ടീന തരാൻ പറഞ്ഞതാ. നാളെ പറയാമെന്ന് ടീന. തീരുമാനായില്ലേ? നമുക്ക് പോവാല്ലേ? പറടാ വിഷ്ണു. ആടാ ടീന പറഞ്ഞ ആ കുട്ടിയില്ലേ, അതെന്നല്ല ആരായിരിക്കും?
നിനക്ക് വല്ല ഐഡിയ ഉണ്ടോ? ആ അറിയാടാ. ആണോ? ഒന്ന് പറടാ എന്നാ. പറയാം. സണ്ണിലിയോടാ പോയത്. ഇവന്റെ കാര്യം എന്താ കളിക്കരുത്. നിന്നോട് ചെയ്യടാ മസാജ്. നിനക്ക് എന്നാത്തിന്റെ കളിയാണ് രാത്രി ഉറങ്ങാൻ സമ്മതിക്കില്ല. എല്ലാം കുളമാക്കി. അയ്യേ, അവന്റെ ഒരു ഉറക്കം ഒന്ന് പോടാ. ഈ തെണ്ടി മുടി വെട്ടിയാലേ കുടിക്കൂ. ഒരു കാര്യം ചെയ്യാം, നിന്റെ കൂടി ഇപ്പൊ തന്നെ കേട്ടോ. പിടിക്ക് പിടിക്ക്. സൈലൻസ് സൈലൻസ്. എന്താ ഇത് ചന്തേ? ആ, ഇന്ന് മുതൽ നിങ്ങളുടെ ക്ലാസ് ടീച്ചർ ഒരു പുതിയ ടീച്ചറാണ്. സ്നേഹ ടീച്ചർ സർക്കാർ സർവീസിൽ ജോലി കിട്ടിപ്പോയി. എന്താണ് നിങ്ങൾ ടീച്ചറോട് ചെയ്തതെന്നൊക്കെ എനിക്കറിയാം. ലാസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് ക്ഷമിച്ചാണ്. ആ, എൻ്റെ സ്വഭാവം മാറ്റാൻ നിൽക്കരുത്. സ്വഭാവം മാറ്റിയ സാറ് നന്നായി. എന്തുമാ? നീ വല്ലതും പറഞ്ഞാ? ഞാൻ പറഞ്ഞു. ഒന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു. ദേ, സെയിം തല തൻ്റെ മോനാണോ? പിള്ളേരോടൊരു കാര്യം പറയാം. ഓക്കെ ഓക്കെ, ആയിക്കോട്ടെ. നിങ്ങൾ 5 പേരും നല്ല നടപ്പിന് നടന്നു. നിങ്ങളെക്കുറിച്ച് പ്രിൻസിപ്പൽ ടീച്ചറോട് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു. സ്നേഹ ടീച്ചറോട് കാണിച്ച നമ്പറൊന്നും ഈ ടീച്ചർ എടുത്ത് നടക്കില്ല മക്കളെ. എന്നാ അടിയൻ അങ്ങോട്ട് പോട്ടെ. ശരി, പോയിക്കോ. ഉത്തരവ്. എടാ, ഇങ്ങനൊരു പണി കൊടുക്കണല്ലോ. നീ പുതിയത് എവിടെ നിന്നായിരുന്നല്ലോ എന്തൊക്കെയാണാവോ? എന്താണ് എന്താ നീ ചിരിക്കണേ? എടാ, പുതിയൊരു ഐറ്റം വരണ്ടാ. ഗുഡ് മോർണിംഗ്. സിറ്റ് ഡൗൺ. നമുക്ക് പരിചയപ്പെടാം. ഞാൻ ആനി, നിങ്ങളുടെ പുതിയ ക്ലാസ് ടീച്ചറാണ്. എന്താ പേര്? എൻ്റെ പേര് വൈശാഖ്. എല്ലാവർക്കും ഇങ്ങനെ ഒരു ഇരട്ട പേരുണ്ടാവുമെന്ന് എനിക്കറിയാം. നിങ്ങൾ ഓരോരുത്തരെയും കുറിച്ച് നല്ലൊരു ക്ലാസ് എടുത്തിട്ട് പ്രിൻസിപ്പൾ എന്നെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വഴിയെ പരിചയപ്പെടാം. സിറ്റ് ഡൗൺ. മഞ്ജു അല്ലേ ക്ലാസ് ലീഡർ? ഇനി മുതൽ മഞ്ജുവിന്റെ ഡ്യൂട്ടി കുഞ്ഞൻ നോക്കട്ടെ. അല്ല, സോറി, വൈശാഖ്. നിങ്ങളല്ലേ വൈശാഖിന് ഏറ്റവും വേണ്ടപ്പെട്ട 4 പേര്? ഈ സ്കൂളിലെ ഏറ്റവും നല്ല കുട്ടികൾ നിങ്ങളാണെന്ന് എനിക്കറിയാം. ഞാൻ നോക്കിക്കോളാം. മക്കളെ, ആചാരവെടികൾ പൊട്ടിച്ചു. ഒന്ന് ആലോചിക്കാൻ പോലും സമയം തന്നില്ല. എന്നാലും ഈ പ്രാന്തരം പിടിച്ചതിനാ ടീച്ചർ ലീഡറാക്കിയെന്ന് എനിക്ക് സംശയം. എടാ, ഞാനാണ് ക്ലാസ്സിൽ ഏറ്റവും വലിയ മിടുക്കെന്നുള്ള കാര്യം ചിലപ്പോൾ ടീച്ചർക്ക് പ്രിൻസിപ്പാൾ കൊടുത്ത ക്ലാസ്സിൽ മനസ്സിലായിട്ടുണ്ടാവും. വലിയ മിടുക്കൻ. ഇതിനും ഭേദം നമ്മുടെ സ്നേഹ ടീച്ചർ ആയിരുന്നില്ലേ? ടീച്ചറെ കുറിച്ച് സ്നേഹമെങ്കിലും ഉണ്ടായിരുന്നു. വിഷ്ണുന്റെ കാര്യം എന്തായി? എടാ, അത് അവള് ഭയങ്കര ടെൻഷനില്ല. സോ ആലോചിച്ചിട്ട് നാളെ പറയാന്നാ പറഞ്ഞു. നാളെ ലോട്ടറി. ഇനി നീ ആലോചിക്കണ്ടേട്ടാ, എങ്ങനെ കണ്ടുപിടിക്കുന്ന എനിക്കറിയാം. ഓ, ഇതിപ്പോ എങ്ങാനും തീരുമോ മോനെ? അമ്മയ്ക്ക് പരസ്പരം ഒന്ന് കാണാനാ. ഇനിയും പരസ്പരം കാണണമെന്നോ?
പരസ്പരം ഒന്നും കണ്ടതിന്റെ മുതലാ ഈ ഇരിക്കുന്നത്. ക്രിക്കറ്റ് കളിയോടുള്ള നിന്റെ ആവേശമൊക്കെ തീർന്നോടാ. ഇതെന്താ ഗുസ്തിയോ? ഗുസ്തിയല്ല, ബോക്സിംഗ്. ഏത് സിംഗായാലും കൊള്ളാം. ഇതൊക്കെ കണ്ട് പഠിച്ചേച്ച് നീ ആരുടെയെങ്കിലും നെഞ്ചത്ത് നിന്ന് കയറാനാണോ? നിങ്ങളുടെ നെഞ്ചത്ത് കയറാതെ നോക്കിക്കോ മനുഷ്യ. ഈ കളിയോടുള്ള നിന്റെ ആവേശമൊക്കെ പഠനത്തിന് കാണുന്നില്ലല്ലോടാ. 10ാം ക്ലാസ് പരീക്ഷ സമയത്തും താങ്കൾ ഇതൊക്കെ തന്നെയല്ലേ പറഞ്ഞത്? താങ്കളോ? ഇത്രയൊക്കെ ബഹുമാനം പോരെ മനുഷ്യ. മാത്രല്ല പരീക്ഷ ജയിച്ച് ഒരു റേഷനും ഇല്ലാതെയാണല്ലോ. പിന്നെന്താ? നിന്റെ ആ വിജയം ഇന്നും ഒരു ചോദ്യചിഹ്നമായിട്ട് എന്റെ മനസ്സിൽ കിടക്കുവാടാ. നിങ്ങൾ അവരോട് സംസാരിച്ച് വെറുതെ ചുണ്ടങ്ങ കൊടുത്ത് വഴുതനങ്ങ മേടിക്കില്ലേ മനുഷ്യ. എന്തെങ്കിലും എടുത്ത് തിന്നേച്ച് പോയി കിടന്ന് ഉറങ്ങ്. ഇമാതിരിയുള്ള നിന്റെ സംസ്കാരമില്ലാത്ത സംസാരമാണ് അവൻ എന്നോടുള്ള സംസാരത്തിലുള്ള സംസ്കാരം. നിങ്ങളെ കൊണ്ട് തോറ്റു മനുഷ്യ. ഇനി ഞാൻ ഇവിടെ ഇരുന്നാ കുഴപ്പ. അതാ നല്ലത്. പോ. എന്റെ പാലം തകർന്നെന്നാ തോന്നുന്നു.